നമസ്കാരം. പ്രധാന വാർത്തകൾ. കർഷകർ കാത്തിരുന്ന പുതുവർഷം. ഇന്ന് ചിങ്ങം 1, കർഷക ദിനം. ഒട്ടേറെ പ്രതീക്ഷകളുമായി കർഷകർ കാത്തിരുന്ന പുതുവർഷം. ഇക്കുറി കാലാവസ്ഥ അനുകൂലമായപ്പോൾ പാടങ്ങൾ വിളഞ്ഞു. പൊന്നിൻ ചിങ്ങത്തെ കണികണ്ട് പുതിയ നാളുകളിലേക്ക് പ്രവേശിക്കുകയാണ് ഓരോ കർഷകനും. ദാരിദ്ര്യവും ദുരിതവും മാത്രം വിതയ്ക്കുന്ന പഞ്ഞമാസത്തെ കർഷകർ കള്ളക്കർക്കിടകം എന്ന് പേരിട്ട് വിളിച്ചു. തൊട്ടു പിന്നാലെ എത്തുന്നതാണ് പ്രത്യാശയുടെ പൊന്നിൻ ചിങ്ങം. പാടത്ത് നിറഞ്ഞ പൊൻകതിരുകളാണ് ഈ പുതുവർഷത്തെ വരവേൽക്കുന്നത്. അവിടെ നിന്നങ്ങോട്ട് ഓരോ കർഷകനും സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും നാളുകളായിരുന്നു. ഈ വർഷത്തെ ചിങ്ങം 1 മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കൊല്ലവർഷത്തിലെ പുതിയ നൂറ്റാണ്ടിന്റെ തുടക്കം കൂടിയാണിന്ന്. കൊല്ലവർഷം 1201 ആരംഭിക്കുന്നത് ഇന്നാണ്. കൊല്ലവർഷത്തിലെ 12ാം നൂറ്റാണ്ടിന് ഇന്നലെ അവസാനമായി. ഹേമചന്ദ്രൻ കൊലക്കേസ്. ബത്തേരി സ്വദേശി വെൽവിൻ മാത്യു പിടിയിൽ. ബത്തേരി ഹേമചന്ദ്രൻ കൊലക്കേസിൽ ഒരാൾ കൂടി പിടിയിൽ. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി വെൽവിൻ മാത്യു ആണ് പിടിയിലായിരിക്കുന്നത്. ഹേമചന്ദ്രനെ തട്ടിക്കൊണ്ടുപോയ ശേഷം പണമിടപാടുമായി ബന്ധപ്പെട്ടുള്ള എഗ്രിമെന്റിൽ വെൽവിൻ മാത്യു സാക്ഷിയായി ഒപ്പുവെച്ചിട്ടുണ്ടെന്ന വിവരം പുറത്തുവരുന്നുണ്ട്. ഹേമചന്ദ്രനോടും മറ്റു പ്രതികളോടും ഒപ്പം വെൽവിൻ കാറിൽ സഞ്ചരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ പിടിയിലാകുന്ന 5ാമത്തെ പ്രതിയാണ് വെൽവിൻ മാത്യു. നിർത്തിയിട്ട ലോറിക്ക് പിന്നിലേക്ക് കാറിടിച്ചു കയറിയ അപകടം. 2 യുവതികൾക്ക് ദാരുണാന്ത്യം. പാലക്കാട് വാളയാറിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് 2 തമിഴ്നാട് സ്വദേശികൾക്ക് ദാരുണാന്ത്യം. ലാവണ്യ, മലർ എന്നീ യുവതികൾക്കാണ് അപകടത്തിൽ ജീവൻ നഷ്ടമായത്. കാറിലുണ്ടായത് 2 പേർക്ക് ഗുരുതര പരിക്കേറ്റു. ഇന്ന് രാവിലെ 5:45 അപകടമുണ്ടായത്. വാളയാറിൽ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ കാർ വന്നിടിക്കുകയായിരുന്നു. കാറിന്റെ ഇടതുഭാഗത്തുണ്ടായിരുന്ന 2 പേരാണ് മരിച്ചത്. 7 പേരടങ്ങുന്ന സംഘം കുട്ടികളുടെ സംഗീത പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങി പോവുകയായിരുന്നു. കാറിലുണ്ടായിരുന്ന മറ്റുള്ളവരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള BJP പാർലമെന്ററി ബോർഡ് യോഗം ഇന്ന് വൈകിട്ട് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിന് ശേഷം ഇക്കാര്യത്തിൽ പ്രഖ്യാപനം വന്നേക്കും. BJPയിൽ നിന്ന് തന്നെ ഒരു നേതാവ് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായേക്കുമെന്നാണ് സൂചന. കേന്ദ്രമന്ത്രിയും BJP ദേശീയ അധ്യക്ഷനുമായ JP നദ്ദ, ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുൻ കേന്ദ്രമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വി, ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി വസുന്ധര രാജെ സിന്ധ്യ എന്നിവരുടെ പേരുകൾ പരിഗണനയിലുണ്ടെന്നാണ് വിവരം. അരൂർ തുറവൂർ ഉയരപ്പാതയിൽ അപകടം. ബീം അഴിച്ചുമാറ്റുന്നതിനിടെ റോപ്പ് പൊട്ടി. വൻ അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. അരൂർ തുറവൂർ ഉയരപ്പാതയിലാണ് അപകടമുണ്ടായത്. തുറവൂർ ജംഗ്ഷനിലെ ആദ്യത്തെ ഫില്ലറിന്റെ കോൺക്രീറ്റ് പാളി നാളുകൾക്ക് മുമ്പ് പൂർത്തിയായിരുന്നു. ഈ ഭാഗത്തെ സ്കൈബീം ക്രെയിൻ ഉപയോഗിച്ച് അഴിച്ചുമാറ്റുമ്പോഴാണ് റോപ്പ് പൊട്ടി നിലത്തേക്ക് വീണത്. വാഹന ഗതാഗതം നിയന്ത്രിക്കാതെയാണ് സ്കൈബീം താഴേക്കിറക്കിയതെന്ന് നാട്ടുകാർ പറയുന്നു. ഈ സമയം വാഹനങ്ങൾ കടന്നു പോകാത്തതിനാൽ വൻ അപകടമാണ് ഒഴിവായത്.